Hey guys, welcome back to my channel. കുക്കുടുംബ ഫാമിലിയിൽ എല്ലാവർക്കും ഒരു സ്പെഷ്യൽ ഹായ്. ഇത് പാറുക്കുട്ടി വന്നിട്ടുണ്ട്. ആക്ച്വലി ഇത്ര നേരം എനിക്ക് എണീറ്റിരിക്കാനുള്ള ആരോഗ്യമില്ലായിരുന്നു. ഞാൻ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ പാറുക്കുട്ടി വന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് പോവാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പതിയെ പറയാം. കുടിക്കാനുള്ള വെള്ളം എടുക്കട്ടെ. എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് പാറുക്കുട്ടി സ്കൂൾ വിട്ട് വന്നപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും പാറുക്കുട്ടിയും കൂടി ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരാഴ്ച കൊണ്ട് എനിക്ക് സുഖമില്ല ഗൈസ്. കാല് ഭയങ്കര വേദന, മുട്ടിന് താഴോട്ട് ഉപ്പൂച്ചി വരെ ഭയങ്കര വേദന ആയിട്ട് എനിക്ക് നടക്കാനോ ഇരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, കാണിക്കാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാനും പാറുക്കുട്ടിയും കൂടി OP ടിക്കറ്റൊക്കെ എടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയാണ്. കണ്ടപ്പോൾ ഹോസ്പിറ്റലിലോട്ട് ചെന്ന് കയറിയപ്പോൾ വലിയ തിരക്കൊന്നുള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെ ചെന്നപ്പോഴത്തേനുണ്ടല്ലോ 222 ആയതേ ഉള്ളൂ ടോക്കൺ വിളിച്ച്. എൻ്റെതാണെങ്കിൽ 268. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നിട്ട് എനിക്കാണെങ്കിൽ ഒരേ കണക്ക് ഇങ്ങനെ ഇരിക്കാനും പറ്റില്ല, ഭയങ്കര വേദനയാണ്. ഡോക്ടറെ കാണിച്ചു, കണ്ടോ ഒരു ഓല എഴുതി തന്നിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണേന് നീ എന്തിനു കാര്യമാണ്? ബ്ലഡ് കാണുമ്പോൾ തലറങ്ങി വീഴുന്നത് ഞാൻ വലിയ ധൈര്യമൊക്കെ സംഭരിച്ച് കയറി ഇരിക്കുന്നുണ്ട്. കുത്തൊക്കെ കഴിഞ്ഞു. എന്റെ സ്നേഹനിധിയായ മോള് ആക്ച്വലി ബ്ലഡ് എടുത്തേട്ടാ. പക്ഷെ ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്താണല്ലോ വീട്, വെറുതെ നമ്മൾ ഇവിടെ നിന്ന് പോസ്റ്റ് ആവേണ്ട കാര്യമില്ല. പിന്നെ പാറുക്കുട്ടി സ്കൂൾ കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ പാറുവിനെ ഒന്ന് ഫ്രഷ് ഒക്കെ ആവാമല്ലോ. എന്നിട്ട് റിസൾട്ട് ആവണ സമയത്ത് ഞാൻ വന്ന് വാങ്ങിച്ച് ഡോക്ടറെ കാണാനാണ് പ്ലാൻ ചെയ്തേക്കണം. എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരു 4-5 ദിവസം കൊണ്ട് കണ്ടിന്യൂസ് എനിക്ക് കാല് വേദന. ഇന്ന് രാവിലെ ജോലിക്ക് പോയ ഞാനാണ് അവിടെ ഇന്ന് കാല് വേദന സഹിക്കാൻ വയ്യാതെ തിരിച്ച് വീട്ടിൽ വന്ന് ഇത്ര നേരം കിടന്നുറങ്ങി. കാരണം എനിക്ക് എണീക്കാൻ വയ്യ, കാല് ഇങ്ങനെ ഒരുമാതിരി ഞാൻ പറയുന്നതിനനുസരിച്ചിട്ട് ഇവിടെ എക്സ്പ്രഷൻ ഇട്ട് തകർക്കുകയാണ് കേട്ടോ. അപ്പോൾ കാല് തൂക്കിയിട്ടുകൊണ്ട് മീൻസ് കാലിങ്ങനെ ഇട്ടുകൊണ്ട് എണീച്ച് നിൽക്കാനോ നടക്കാനോ എനിക്ക് വയ്യ, അത്രയ്ക്ക് വേദന. അപ്പോൾ എന്തായാലും ബ്ലഡ് ടെസ്റ്റിൽ അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീട്ടിലോട്ട് പോവാം. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് വീട്ടിൻ്റെ അടുത്തൊരു പായസ കടയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് പായസം വാങ്ങിക്കാൻ നേരത്തി പാറുക്കുട്ടിക്കും എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. പാറുക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം കേട്ടോ. അപ്പോൾ പാറുവിനോട് കഴിക്കാൻ എന്തെങ്കിലും വേണോ, കുടിക്കാൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വേണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പായസം കണ്ടപ്പോഴത്തേനുള്ളൂ പറഞ്ഞു വാങ്ങാം, പായസം വാങ്ങാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാലട വാങ്ങിച്ചു. ഞാൻ ബോളിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പായസം വാങ്ങിച്ചു കൊടുത്തേ. ഒരു സാധനം വേണ്ട, ഇങ്ങനെ ഒരു കൊച്ചിനെ വേറെ എവിടെയെങ്കിലും കിട്ടുമോ? എന്തോന്ന് എപ്പോഴും പറയല്ലോ ടീച്ചറ്? പിന്നെന്താ പറയുമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോളെന്ന്. പാറുവിന് ഇട്ടേക്കുന്ന ടാഗാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മോളെന്ന് കേട്ടോ. അപ്പൊ പായസം ഭയങ്കര കൊതിയായതുകൊണ്ട് പായസം വാങ്ങിച്ചു കൊടുത്തു. ഒന്നും വേണ്ട എന്റെ കൊച്ചിന്, പുറത്തിറങ്ങിയ ഒന്നും വേണ്ടാത്ത കൊച്ചുങ്ങൾ ആരെങ്കിലും കാണുമോ? എന്റെ കൊച്ചുണ്ട് കേട്ടോ. ഫുഡ് അതാണ്. അപ്പൊ നമ്മള് വീടെത്തി. നടക്കാൻ വയ്യ, നാക്കിനൊരു കുഴപ്പമില്ലല്ലേ വേറെ. കണ്ട ഒരു കുരുവില്ല, പക്ഷെ എനിക്ക് നടക്കാൻ വയ്യ. കാല് ഈ 10 കിലോ വെയിറ്റ് ഉള്ളതാണ് 2 കാലിലും കൂടെ. ഉണ്ടെന്തോ അറിഞ്ഞൂടെ. വീട് തുറക്കാൻ പറ്റുന്നില്ല. ചെന്നറിഞ്ഞ് എന്ത് ചെയ്യാൻ പോണ്? ഞാൻ വിചാരിച്ച് പായസം കുടിക്കുന്നു. ഈ സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴത്തേനും ഞാൻ നടന്ന് ചാവും. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പകുതി കയറുമ്പോൾ തന്നെ കാല് ഭയങ്കര വേദനയാണ്. ഇനി 7:30 ആകുമ്പം ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒന്ന് കുളിച്ചിട്ടൊക്കെ ഫുഡ് കഴിക്കണം. ദോശ ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ച് കുളിച്ചിട്ട് റിസൾട്ട് വാങ്ങിക്കാൻ പോകണം. പിന്നെ ഡോക്ടറെ കാണണം, കുറേ പണിയുണ്ട്. പായസം കുടിക്കാം. ഞാൻ ബോളി വാങ്ങിച്ചേട്ടാ. പാറിന് ബോളി അത്ര താല്പര്യമില്ല, കഴിക്കും പക്ഷെ. അപ്പോൾ ബോളി
ആറിൻ്റെ ഫേവറേറ്റ് പായസം സേമിയാണ് കേട്ടോ. പക്ഷേ നമ്മൾ സേമിയയും പാലടയും കണ്ടപ്പോൾ പാലട കുറച്ചുകൂടി തിക്കായിട്ട് ഭയങ്കര ക്രീമി ആയിട്ട് ഇരിക്കുന്നതായിട്ട് തോന്നി. അങ്ങനെ പാലട മതി എന്ന് പറഞ്ഞു. അപ്പോൾ പാറക്കുട്ടികളുടെ പാലട ഗ്ലാസ്സിലെടുത്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ബോളിയും കൂടി ചേർത്തിട്ട് കഴിക്കാനുള്ളത് കൊണ്ട് ഞാനൊരു പ്ലേറ്റിലാണ് എടുക്കുന്നത്. ബോളി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ബോളിയായിരുന്നു കേട്ടോ. ഭയങ്കര സോഫ്റ്റും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബോളി. അത് ഏത് കമ്പനിയുടെ ആണെന്ന് എനിക്കറിയത്തില്ല. ഇനി അവർ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണോ ഒന്നും എനിക്കറിയില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ചെറിയൊരു പ്ലേറ്റിൽ രണ്ട് ബോളി എടുത്തിട്ട് അതിൻ്റെ മണ്ടയിൽ കൂടി പാലട, ആഹാ പറയുമ്പോൾ തന്നെ നാവിന്ന് വെള്ളം വരുന്നു ഗൈസ്. അപ്പോൾ എടുത്തു, ഇങ്ങനെ പായസം ബോളിയുടെ മണ്ടയിലോട്ട് ഒഴിച്ചിട്ട് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ അങ്ങോട്ട് കഴിച്ചു. ആഹാ സ്വർഗ്ഗം എന്നൊക്കെ പറയില്ല. ഞാൻ ഭയങ്കര ഫുഡിയാണ്, എന്നെപ്പോലെ തന്നെ പാറക്കുട്ടിയും ഭയങ്കര ഫുഡിയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയായിരിക്കും ഞാൻ ഭയങ്കര ഫുഡിയാണെന്ന്. എനിക്ക് ഫുഡ് ഭയങ്കര ടേസ്റ്റിയിൽ കിട്ടിയാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കിങ്ങനെ ഒത്തിരി കറികൾ, ഒത്തിരി ഐറ്റംസ് വേണമെന്നില്ല. ഒരു ഐറ്റം കിട്ടിയാലും അത് ഭയങ്കര ടേസ്റ്റി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇങ്ങനെ ബോളിയും പായസവും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് പാറക്കുട്ടിക്കും വെച്ച് കൊടുത്ത് കേട്ടോ. പാറുവിന് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ബോളിയുടെ കൂട്ടി കഴിക്കുന്നത് പാറുവിന് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കണ്ടോ, പാറുവിൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം എന്ത് ഫുഡ് ഉണ്ടാക്കി കൊടുത്താലും അതിൻ്റെ കറക്റ്റ് റിവ്യൂ പറയുന്ന ആളാണ് പാറക്കുട്ടി കേട്ടോ. അപ്പം ഞാൻ പാറക്കുട്ടിക്കും കൊടുത്ത് ഞാനും കഴിച്ചേ. നിന്റെ സർപ്രൈസ് അല്ല, എന്റെ സർപ്രൈസ് ആയി പോയി. ആക്ച്വലി പാറു എന്താണ് പറയുന്നതെന്ന് അറിയോ, പാറക്കുട്ടി ഒരു ഗ്ലോബ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് വന്നതെന്ന് കരുതിയിട്ട് സർപ്രൈസ് ആയിരിക്കും എന്ന് പറഞ്ഞ് പൊട്ടിച്ച് നോക്കിയതാണ്. പക്ഷെ വന്നത് ഈ സാധനമാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. ഇതെന്താണെന്ന് മനസ്സിലായോ, നമ്മുടെ കുന്തിരിക്കം കട്ടയുണ്ടല്ലോ അതുപോലത്തെ സാധനം ഉള്ളിൽ വെച്ചിട്ട് കത്തിക്കുന്ന നല്ല ഒരു ഡെക്കർ ഐറ്റം ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതിയേ. പാറക്കുട്ടി ട്യൂഷന് പോവാണ് ഗൈസ്. നന്നായിട്ട് പഠിക്കുന്ന കേട്ടോ. എന്തൊരു ക്രഞ്ച് ഒന്ന്, അതല്ല എന്തോ പറയണത്, ക്രഞ്ച്. പാറക്കുട്ടി ട്യൂഷന് വിട്ടിട്ട് ഞാൻ ഓടി വന്ന് കുളിച്ചേട്ടാ. കുളിച്ചൊന്ന് ഫ്രഷായിട്ട് ചെറിയൊരു ഷോപ്പിംഗ് പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. വീട്ടിൽ ടി വിയും സാധനങ്ങളൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രില്ലിങ് മെഷീൻ എടുക്കാനാണ് ആദ്യം പോയത്. അപ്പോൾ ഡ്രില്ലിങ് മെഷീനും അതിന് വേണ്ടുന്നുള്ള ബിറ്റും സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ ജനലിൽ കർട്ടൻ ഇടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോഡ് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു റോഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. റോഡിൻ്റെ സെറ്റ് കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് കരുതിയിട്ടാണ് ആക്ച്വലി ഞാൻ ഇത് വാങ്ങിച്ചത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ റോഡിൻ്റെ തന്നെ കമ്പിയാണ്. അത് കട്ട് ചെയ്ത് വാങ്ങിക്കണം, നമ്മുടെ ലെങ്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വാങ്ങിക്കണം. അതിൽ ഫിക്സ് ചെയ്യുന്ന റോഡിൻ്റെ സൈഡിൽ ഫിക്സ് ചെയ്യത്തില്ല, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കിട്ടും. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഞാൻ നേരെ രാമചന്ദ്രനിലോട്ട് വന്നേ. ഹെയർ ബാൻഡ് എടുത്തില്ല ഗൈസ്, മുടി ഉണങ്ങി, പക്ഷേ ഹെയർ ബാൻഡ് എടുത്തില്ല. അപ്പോൾ ഇവിടെ എന്താ പരിപാടി ചോദിച്ചാൽ എനിക്കൊരു കർട്ടൻ വാങ്ങിക്കണം. ഞാൻ റോഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ റേറ്റ് അധികമായി കേട്ടോ. റോഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വാങ്ങിക്കുന്നതാണ് ലാഭം എന്ന് പറഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ അങ്ങനെ വാങ്ങിച്ചത്. പക്ഷേ കുറച്ച് എക്സ്പെൻസ് ആയി. ഇനി പോകുമ്പോഴത്തേന് വീട് മാറി പോകുമ്പോൾ ഞാൻ അത് എടുത്തോണ്ട് പോകാമെന്ന് വെച്ചാൽ, അല്ലാണ്ട് എനിക്ക് നഷ്ടമാണ്. പിശുക്കത്തരം പറയുന്നതല്ല, അങ്ങനെ വിചാരിക്കരുത്. അപ്പോൾ രാമേന്ദ്രനിലെത്തി. എനിക്കെന്തോ ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാത്തത് കൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ജ്യൂസോ ഷേക്കോ എന്തെങ്കിലും വാങ്ങിച്ച് കുടിച്ചുകൊണ്ട് പർച്ചേസിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലിഫ്റ്റിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. വരുന്നുണ്ട്, നമ്മുടെ ലിഫ്റ്റ് വരുന്നുണ്ട്. എനിക്കൊരു മാറ്റ് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ബാത്റൂമിൻ്റെ ഫ്രണ്ടിലിടാനായിട്ട്. അപ്പോൾ ഞാൻ അതൊരെണ്ണം എടുത്തു. പക്ഷെ എനിക്ക് കളർ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പോൾ വേറെ ഓപ്ഷൻ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കർട്ടൻസ് നോക്കാം. കർട്ടൻസ് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളർ തീമിലോ ഫാബ്രിക്കിലോ ഒന്നും ഉള്ള കർട്ടൻ എനിക്ക് അവിടെ കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറച്ച് ബഡ്ജറ്റ് കൂടുതലുമാണെന്ന് തോന്നി. ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലുക്കിലുള്ളത് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഒരു 2 പില്ലോ സെറ്റും ഈ കുഷ്യൻ്റെ സ്ക്വയർ ടൈപ്പിലെ ഒരു ചെറിയ കുഷ്യനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കളർ തീമിലുള്ളത് കിട്ടിയില്ല. അപ്പം ഞാൻ റണ്ണിങ് മെറ്റീരിയൽ സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ ഇവിടെ എനിക്കുണ്ടല്ലോ കുറച്ചിങ്ങനെ ബേജ് ഷെയ്ഡിലുള്ള ഏതെങ്കിലും ഒരു കർട്ടനായിരുന്നു വേണ്ട. പക്ഷെ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പം ഞാൻ എടുക്കണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു.
കർട്ടൻ്റെ മറ്റേ ഹോൾഡർ ഉണ്ടല്ലോ, ഹോൾഡറല്ല, ഒരു സാധനം ഉണ്ടല്ലോ നമ്മളിങ്ങനെ റോഡിലോട്ട് ഫിക്സ് ചെയ്യുന്ന ആ സാധനം കിട്ടുമെന്നറിയില്ല. കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ നോർമലി സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഫൈനലി ഞാൻ അതേ മെറ്റീരിയൽ തന്നെ എടുത്തേട്ടോ. ഒരു 20 മീറ്റർ എടുത്തിട്ടുണ്ട്. 20 മീറ്ററിൻ്റെ ആവശ്യമില്ല, ഒരു 17-18 മീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. ഞാനൊരു 20 മീറ്റർ എടുത്തേ. അത് കഴിഞ്ഞിട്ട് പാറക്കുട്ടിക്ക് ഇതേ 2 വീട്ടിൽ ഇടാൻ കണക്കിനുള്ളൊരു 2 ടോപ്പും കൂടി എടുത്തിട്ട് ഞാനിങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് എനിക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. എനിക്ക് നല്ല കാലുവേദന ഉള്ളതുകൊണ്ട് ഞാൻ വന്ന പാടെ ഒന്നും എടുത്ത് അറേഞ്ച് പോലും ചെയ്യാണ്ട് ഞാൻ വന്നിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ടാറ്റാ.